Hi, this is episode 2.5 of Egg ഒരു ബ്രാൻഡ് തുടങ്ങാം. Today we are talking about investments. ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഡിഗ്രി കഴിഞ്ഞിട്ട് ചെയ്യണം എന്ന് വിചാരിച്ച സംഭവം തന്നെയായിരുന്നു. അതിന് ഞാൻ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടുകാരോട് നന്നായിട്ട് കൺവിൻസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും പ്രതീക്ഷ ആയിരുന്നില്ല എനിക്ക് എന്തില്ല എൻ്റെ വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇത്ര ഒരു സപ്പോർട്ട് കിട്ടുന്നുള്ളത്. പക്ഷേ ഞാൻ ഉമ്മാനോട് പോയിട്ട് ഒരു ദിവസം പറഞ്ഞു എനിക്ക് അതിനൊരു ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ട്, കുറച്ച് ഫണ്ട് എടുത്തെങ്കിലും സെറ്റിൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചപ്പോൾ ഷീ ടോൾഡ് മീ യെസ്. പിന്നീട് ഈ കാര്യം ഉപ്പാനായിട്ട് സംസാരിച്ചു. അപ്പോൾ അവർക്ക് രണ്ടുപേർക്കും ഓക്കെ എന്നായിരുന്നു. കാരണം ഞാൻ കുറെ കാലമായിട്ട് ഇങ്ങനെ എന്തെങ്കിലും ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആണല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് തന്നെ അവർ സമ്മതിക്കാനുള്ള വലിയ റീസൺ എന്ന് തോന്നുന്നു. അതോടൊപ്പം എൻ്റെ റിലേറ്റീവിൽ പെട്ട ഒരാൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഒക്കെയാണ് ഇൻവെസ്റ്റ്മെന്റ് എടുത്തത്. പക്ഷെ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്ന സമയത്ത് തുടക്കക്കാരെന്നുള്ള രീതിയിൽ എല്ലാവരോടും ശ്രദ്ധിക്കണമെന്ന് എനിക്ക് പറയാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് മനസ്സമാധാനം കിട്ടുമെന്ന് തോന്നുന്ന ആൾക്കാരുടെ അടുത്ത് നിന്ന് ഇൻവെസ്റ്റ്മെന്റ് എടുക്കാവൂ. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എടുക്കുന്ന പുതിയൊരു സംഭവം സ്റ്റാർട്ട് ചെയ്യാനാണ്. അത് എന്തും ആവാം, വിജയിക്കാം അല്ലെങ്കിൽ പരാജയപ്പെടാം, എന്തും സംഭവിക്കാം. പക്ഷെ അവിടെയൊക്കെ നമുക്കൊരു പീസ് ഓഫ് മൈൻഡ് തരാത്തൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ് നമ്മൾ എടുത്തത് എങ്കിൽ നമ്മൾ നന്നായിട്ട് ബുദ്ധിമുട്ടാവും. So that's from my side today. നെക്സ്റ്റ് എപ്പിസോഡിൽ എങ്ങനെയാണ് ഈ ഗുൽഗുസ്തോ എന്നുള്ള പേരിട്ടത്, അതുപോലെ ബ്രാൻഡിങ്ങിനെ കുറിച്ചിട്ട് നമുക്ക് സംസാരിക്കാം. ബൈ.